ഒരൊറ്റ മണിക്കൂർ കൊണ്ട് 800 രൂപ സമ്പാദിച്ച കഥ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ കഥയിൽ ഞാൻ തോറ്റുപോയി. ഇതാണ് ആലപ്പുഴ ബീച്ച്. ന്യൂ ഇയറിന്റെ സമയത്ത് ഏകദേശം 1,00,000-നടുത്ത് ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. കൂട്ടുകാരൻ പറഞ്ഞത് പ്രകാരം ആദ്യം കുപ്പിവെള്ളം വിൽക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് അതിന് സാധിച്ചില്ല. അടുത്ത വഴി ഒരുപാട് ആലോചിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഐഡിയ ആണ് 3 പാക്കറ്റ് 100 രൂപ എന്നുള്ള കണക്കിൽ സ്നാക്സുകൾ എന്തുകൊണ്ട് വിറ്റുകൂടാ എന്നുള്ളത്. ന്യൂ ഇയറിന് മുമ്പേ ഒരു ചെറിയ ട്രയൽ അടിച്ച് നോക്കാമെന്നുള്ള മൈൻഡിൽ കുറച്ച് മാത്രം സാധനങ്ങൾ എടുത്ത് റീപാക്ക് ചെയ്ത് നേരെ ബീച്ചിലേക്ക് പോയി. പക്ഷേ ബീച്ചിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതുവരെ എനിക്കുണ്ടായിരുന്ന മോട്ടിവേഷനും കോൺഫിഡൻസ് ഒക്കെ ഒലിച്ചു പോയതുപോലെ തോന്നി. കൂട്ടുകാരൻ മുജിത്തബയുടെ മോട്ടിവേഷന്റെ പുറത്താണ് ആദ്യത്തെ 8 പാക്കറ്റ് ഞാൻ വിറ്റത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ എനിക്ക് പ്രോഡക്റ്റുകൾ വിൽക്കാൻ സാധിച്ചെങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നീടുള്ള സമയത്ത് എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒട്ടും പറ്റാതായപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. തുടങ്ങി വെച്ച കാര്യം പാതി വഴിയിൽ നിർത്തിയത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് മാറി. അങ്ങനെ പാതി വഴിയിൽ അവസാനിപ്പിച്ചത് അടുത്ത ദിവസം ഫുള്ള് എന്നെ ഡൗൺ ആക്കാനുള്ള റീസൺ ആയിട്ട് മാറി. പക്ഷെ അപ്പോൾ അങ്ങനെയെല്ലാം സംഭവിച്ചത് നന്നായി എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്നെ പിന്നീട് ഇരുത്തി ചിന്തിപ്പിക്കാൻ കാരണമായി. സോ അതിലൂടെ എനിക്ക് കുറച്ചും കൂടെ നല്ല നല്ല വഴികൾ കിട്ടി. അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഫെയിലിയർ വേണോടാ? ഫെയിലിയർ വേണം. വാ പോവാ.